എല്ലാ ഫെസ്റ്റിവൽ സീസണിലും നമ്മൾ കാണുന്ന ഒന്നുണ്ട്, ഓഫർ. 1980 റെയ്മണ്ട് കമ്പനിയാണ് ആദ്യമായിട്ട് ഫെസ്റ്റീവ് ഓഫർ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. അതിനുശേഷം ഫെസ്റ്റിവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓഫർ എന്നുള്ള കാര്യം ബ്രാൻഡുകൾ നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈ 1 get 1 ഫ്രീ, 70% ഓഫ്, ബോണസ് ആ സെയില്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മളിൽ ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഇതെല്ലാം അവർക്കൊരു വലിയ നഷ്ടമല്ലേ എന്നുള്ളത്. പക്ഷേ കാര്യം അങ്ങനെയല്ല. ഇതാണ് ബ്രാൻഡുകളുടെ സൂപ്പർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഡിസ്കൗണ്ടിന്റെ ഒരു സൈക്കോളജി നോക്കുന്ന സമയത്ത് അതൊരു ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. അതായത് ആ ഒരു ഡീല് നഷ്ടപ്പെടുമോ എന്ന് തോന്നിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു. ഡിജിറ്റൽ ആംഗിളിൽ നമ്മൾ ഈ ഒരു കാര്യം നോക്കുന്ന സമയത്ത് AI, അനലറ്റിക്സ്, CRM ടൂൾസ് ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഓഫർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്, അവർ എപ്പോഴൊക്കെയാണ് ഇത് കാണേണ്ടത്, അല്ലെങ്കിൽ കൊടുക്കേണ്ട ഓഫർ പ്രൈസ് എത്രയാണ്, ഇതെല്ലാം ഒരു ഡാറ്റ അടിസ്ഥാനത്തിലാണ്. 2023 ഫെസ്റ്റിവൽ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നടന്നത് 90,000 കോടി രൂപയുടെ സെയിലായിരുന്നു. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് പകുതിയോളം പേരും ഫസ്റ്റ് ടൈം യൂസേഴ്സ് ആയിരുന്നു. 2024 ഇന്ത്യയിലെ ഇ കൊമേഴ്സ് വിപണി എന്ന് പറയുന്നത് 14 ബില്യൺ ആണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇമോഷണൽ മാർക്കറ്റിംഗ്. ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ആളുകൾ ആഘോഷം, സന്തോഷം അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൈമാറുക, ഇത്തരത്തിലുള്ളൊരു ഫീൽ ഗുഡ് മൂഡിലായിരിക്കും. അപ്പോൾ ബ്രാൻഡുകളും ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് പിന്തുടരുന്നത്. त्योहारों में एक काम अच्छा होता है, हर कोई अपनों से मिलता है। क्यों ना अपनों की ये खुशी यूं ही बरकरार रखी जाए। हाय नानी। हाय बेटा। आपके लड्डू मुझसे तो नहीं बन रहे, आ जाओ ना, साथ बनाएंगे। ഈ ഒരു അഡ്വർടൈസ്മെന്റിൽ ഗ്രാൻഡ് പാരന്റും ഗ്രാൻഡ് സണ്ണും തമ്മിലുള്ളൊരു ഇമോഷണൽ കണക്ഷൻ ആണ്. ഇത് തന്നെയാണ് ബ്രാൻഡുകൾ ഫെസ്റ്റിവൽ സമയത്ത് ഫീൽ ഗുഡ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് പോലെ അഡ്വർടൈസ്മെന്റ് ഇറക്കുന്നത്. ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റ് ഇറക്കുന്നതോടുകൂടി തന്നെ ഇത്തരം പരസ്യങ്ങൾ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ തങ്ങി നിൽക്കും. അടുത്തതായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് ബൂസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ക്ലിയറൻസിനെ കുറിച്ചാണ്. ഈ ഒരു ഫെസ്റ്റിവൽ സമയം എന്ന് പറയുമ്പോൾ ബ്രാൻഡുകൾക്ക് അവരുടെ സെയിൽസ് കൂട്ടാനും അതുപോലെ തന്നെ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാനുള്ള പെർഫെക്റ്റ് ടൈമാണ്. കസ്റ്റമേഴ്സ് ഇതിനകം തന്നെ ഡിസ്കൗണ്ട് കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ ഇരിക്കുകയായിരിക്കും. അപ്പൊ ഈ സമയത്ത് പെർസെൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. ആമസോണിന്റെ, ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ ഫെസ്റ്റിവൽ ഓഫർ സമയത്ത് ബില്യൺസ് ഓഫ് രൂപയുടെ വിൽപ്പനയാണ് അവിടെ നടക്കുന്നത്. വില കുറയ്ക്കുന്ന സമയത്തും സെയിൽസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റും കൂടുകയാണ്. അടുത്തത് കസ്റ്റമർ അക്വിസിഷൻ ആണ്. അതായത് ഒരു ഓഫർ കൊടുക്കുന്നതോട് കൂടിയിട്ട് പുതിയ കസ്റ്റമേഴ്സിനെയാണ് ബ്രാൻഡുകൾക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇതുവരെ സ്വിഗ്ഗിയിൽ നിന്ന് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു ഓഫർ കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഒരു തവണ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ റീടാർഗറ്റ് ചെയ്തിട്ട് അതിനുശേഷവും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ഈ ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ ആ ഒരു കമ്പനിക്ക് ലഭിക്കുകയാണ്. ഉദാഹരണത്തിന് സ്വിഗ്ഗിയിൽ നിന്ന് നമുക്ക് വരുന്ന പുഷ് നോട്ടിഫിക്കേഷൻസ്, ഈ ഒരു പുഷ് നോട്ടിഫിക്കേഷൻസ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഇനി അടുത്തത് കോമ്പറ്റീഷൻ പ്രഷറാണ്. ഉദാഹരണത്തിന് ആമസോണിൽ ഒരു ഓഫർ നടക്കുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിന് ഓഫർ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇനി ഫുഡ് ഡെലിവറി ആപ്പുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി ഡെലിവറി ചാർജ് കുറച്ചിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയ്ക്കും അതുപോലെ തന്നെ ഡെലിവറി ചാർജ് കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുന്നത് ബ്രാൻഡുകൾ തമ്മിലുള്ളൊരു മത്സരമാണ്. ഇനി അടുത്തത് ഡാറ്റ കളക്ഷൻ ആണ്. ഒരു തവണ ഓഫർ കൊടുത്തിട്ട് പല കസ്റ്റമേഴ്സിന്റെ ഡാറ്റകളാണ് ഈ ഒരു ബ്രാൻഡുകൾ കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം പല തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ആ ഒരു ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ് ഈ ഓരോ ആളുകളിലേക്കും ബ്രാൻഡുകൾ എത്തിക്കും. അടുത്ത തവണ ഒരു ഓഫർ കാണുന്ന സമയത്ത് ഇത് വേറൊരു ഡിസ്കൗണ്ട് അല്ല എന്ന് മനസ്സിലാക്കുക. അതിന് പിന്നിൽ വലിയൊരു മാർക്കറ്റിംഗ് ബ്രെയിൻ ഉണ്ട്. അതായത് ഇമോഷണൽ കണക്ഷൻ മുതൽ ഡാറ്റ കളക്ഷൻ വരെ എത്തി നിൽക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആംഗിൾ ആയിട്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും വാല്യൂ ഫീൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ സഹായിക്കും. എന്താണ് ഫെസ്റ്റീവ് മാർക്കറ്റിംഗ്, എന്തൊക്കെയാണ് ബ്രാൻഡുകളുടെ സ്ട്രാറ്റജികൾ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കായിട്ട് കാണാം.